ഒരു മനുഷ്യനെ സമർപ്പണത്തിലേക്കും ദൈവത്തിന്റെ വേലയിലേക്കും കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ അധ്വാനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. ഗന്നേസരത്ത് തടാകത്തിന്റെ അരികിൽ യേശു വന്ന് നിൽക്കുകയാണ്. യേശു വന്നപ്പോൾ വലിയൊരു കൂട്ടം പുരുഷാരം വന്നു. പക്ഷേ യേശുവിന്റെ ലക്ഷ്യം ആ വലിയൊരു കൂട്ടം പുരുഷാരത്തെ രക്ഷിക്കാൻ യേശുവിന് ഇഷ്ടമാണ്. പക്ഷേ അന്നത്തെ യേശുവിന്റെ സ്വർഗീയ പദ്ധതി ഈ ശീമോൻ പത്രോസിനെയും കൂട്ടാളികളെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു, അതിനുവേണ്ടി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി കർത്താവ് എന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്തത്. അതെ മാന്യ സഹോദര, പ്രിയ സഹോദരി, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ കോർണർ ചെയ്ത് അത് ചില പ്രതിസന്ധികളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, ചില ഞെരുക്കങ്ങളായിരിക്കാം, ഇതിലൂടെ എല്ലാം കോർണർ ചെയ്ത് യേശുവിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന നിത്യനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. അതെ, നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് വരുന്നൊരു യേശുവുണ്ട്. മകനെ, ഒരുപക്ഷെ നീ ഡ്രൈവ് ചെയ്യായിരിക്കാം, എവിടെയെങ്കിലും ഇരുന്ന് ഈ ഫോണിലൂടെ ഈ വചനം കേൾക്കുകയായിരിക്കാം, ടിവിയിലൂടെ ഈ വചനം കേൾക്കുകയായിരിക്കാം. പക്ഷേ വചനമാവുന്ന ക്രിസ്തു മകനെ നിന്നെ തേടി നിന്റെ അരികിലേക്ക് വരികയാണ്. നിന്നോട് കർത്താവ് നിന്റെ ഹൃദയത്തിൽ സ്വകാര്യമായി കർത്താവിന് പറയാനൊരു കാര്യമുണ്ട്. മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവസാനത്തോടെ രക്തം വരെയും ഒഴുക്കിയത്. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.